രാവിലെ ഉറക്കെണീറ്റ ഉടനെ ആദംകുട്ടി അന്വേഷിച്ചത് തലേ ദിവസം കളിച്ചു കഴിഞ്ഞ് അവൻ എവിടെയോ എടുത്തു വെച്ചിരുന്ന മഞ്ഞപ്പന്താണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അൽന ചേച്ചി സൈക്കിൾ ചവിട്ടണ കണ്ടത്. അങ്ങനെ അവനും സൈക്കിൾ സവാരിക്ക് പോണെന്ന് പറഞ്ഞു. സൈക്കിൾ സവാരിയൊക്കെ കഴിഞ്ഞ് വന്ന് 2 ചൂട് തട്ടുദോശയും കഴിച്ചിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് മീൻകാരന്റെ കുട്ടയിലെ ഏതൊക്കെ മീനുകളുണ്ട്, അതിന്റെ പേരെന്തൊക്കെയാണ്, അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അത് കഴുകി വൃത്തിയാക്കുന്നതൊക്കെ കാണാൻ ആദംകുട്ടന് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഇന്ന് ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. എന്താണെന്നാവോ ആദംകുട്ടൻ ചെമ്മീൻ കണ്ടിട്ട് അകന്നു മാറി നിൽക്കായിരുന്നു. അവനൊരു പേടി പോലെ. അതൊക്കെ കഴിഞ്ഞു വന്നതാ ഒരു മഴ കുടകുടയും പാടിട്ടോ. മഴ പോപ്പിക്കൂടെ മഴ വന്നാൽ മഴ വന്നാൽ. അങ്ങനെ ഊണിന് നേരായപ്പോ കറിച്ചട്ടിയിലുണ്ടായിരുന്ന ചെമ്മീനെ ഞങ്ങളിതാ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉച്ചയുറക്കവും പാസ്സാക്കി പൂഴിയിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മണലരിച്ചും വെള്ളം ചേർത്ത് കുഴച്ചും പല രൂപങ്ങൾ ഉണ്ടാക്കിയും ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും കളിക്കാനായിട്ട് ആദംകുട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ണൻ ചിരട്ടയിൽ മണ്ണപ്പൊക്കെ ചുട്ട് കളിച്ചിട്ടില്ലേ നമ്മള്? അതുപോലെ നമ്മുടെ കുട്ടികളും മണ്ണിൽ കളിച്ചും മഴ നനഞ്ഞും വളരട്ടെ അല്ലേ. കുട്ടികള് മണ്ണിൽ കളിക്കുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുന്നാണ് പറഞ്ഞു കേൾക്കണേ. ദേഹത്തൊക്കെ കുറച്ച് അഴുക്കും പൊടിയൊക്കെ പറ്റും, അതൊക്കെ നമുക്ക് വൃത്തിയാക്കാലോ. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മണല് പകർത്തുമ്പോഴുള്ള ഒരു ശബ്ദമാണെങ്കിലും മണ്ണിലേക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മണം ഉണ്ടല്ലോ, അതാണെങ്കിലും ഒരു പിടി മണൽ വാരുമ്പോൾ ആ മണലിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കി കുട്ടികളുടെ സെൻസറി ഡെവലപ്മെൻറ്റിനെ അതൊരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബീച്ച് പ്ലേസ് ഇട്ടാണ് കേട്ടോ. എങ്കിലും നമ്മുടെ പരിസരങ്ങളിൽ ഇതുപോലെയുള്ള മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് നമുക്കിങ്ങനെ കളിപ്പിക്കാം. മണൽക്കളികൾ തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് ആരോ ചെടി നനയ്ക്കുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉടനടിതാ പൈപ്പും ചോട്ടിലേക്ക് വെള്ളം പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പൈപ്പ് മുറുക്കി അടയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഞാനും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോണ കാര്യമായിരുന്നല്ലോ അതെന്ന്. പൂഴിയിൽ കളി കഴിഞ്ഞ് നേരം സന്ധ്യ ചെയ്ത് അറിഞ്ഞില്ല കേട്ടോ. ചന്ദ്രനും ഉദിച്ചിട്ടുണ്ട്. കിളികളൊക്കെ ദാ ചേക്കേറി തുടങ്ങി. ഞങ്ങൾക്കും വീടണയാനായിട്ട് നേരായിട്ടോ. എന്നാൽ പിന്നെ അടുത്ത വട്ടം കാണാട്ടോ.